മലയാളത്തെ പറ്റി എന്ത് പറയാനാണ് അല്ലേ? മലയാളം ഇങ്ങനെ പോകുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. അതാണിപ്പോൾ കണ്ടിരിക്കുന്നത്. +2 മലയാളം പരീക്ഷ ചോദ്യപേപ്പറിൽ 27 ചോദ്യം 14 എണ്ണത്തിലും തെറ്റ്. തെറ്റുകളുടെ ഒരു ഘോഷയാത്രയാണ്. 50% തെറ്റ്. ആർക്ക് മാർക്ക് കൊടുക്കും? 100 മാർക്ക്. ഇത്രയും തെറ്റ് വരുത്താൻ എങ്ങനെ കഴിയും? ഈ തെറ്റ് വരുത്തുന്നതിനുള്ള മാർക്ക് ഇതിൻ്റെ ചോദ്യപേപ്പർ തയ്യാറാക്കിയവർക്ക് കൊടുക്കണം. തയ്യാറാക്കിയവർക്കുമല്ല, ഇതിൻ്റെ പ്രൂഫ് റീഡിങ് നടത്തിയവർക്കും കൊടുക്കണം. ഇത്രയും ഉത്തരവാദിത്വമില്ലാതെ ഈ സാധനങ്ങളൊക്കെ തയ്യാറാക്കുക എന്ന് പറയുന്നത്, നോക്കൂ, ഇത് വളരെ സമയമെടുത്ത് ചെയ്യുന്ന ഒരു ലോങ് പ്രക്രിയയാണ്. പ്ലാനിങ്, ആസൂത്രണം, ഇതൊക്കെ വളരെ സമയമെടുത്ത് ചെയ്യുന്നതാണ്. 24 മണിക്കൂറിനകം പെട്ടെന്ന് തയ്യാറാക്കി അയക്കേണ്ട പത്രത്തിൽ പോലും ഇത്രയും തെറ്റുകൾ വരാറില്ല. അത് അപ്പോഴപ്പോഴ് ഈ ഫ്ലാഷിൻ്റെ രൂപത്തിൽ അടിച്ചു വരുന്ന ഈ സ്ക്രോളിംഗ് ഉണ്ടല്ലോ ചാനലുകളിലൊക്കെ, അത് പെട്ടെന്ന് അപ്പോൾ തന്നെ ചെയ്യുന്നു. അതൊന്നും പ്രൂഫ് റീഡിംഗ് എന്ന് പറയുക, പ്രൂഫ് റീഡർ എന്നൊരു സംവിധാനമില്ല ചാനലുകളിൽ. അതുകൊണ്ടാണല്ലോ പണ്ട് ജയലളിത മരിച്ച് അതിന്റെ ലൈവ് പൊക്കോണ്ടിരിക്കുകയാണ്, അതിന്റെ ശവസംസ്കാര ചടങ്ങുകൾ. അപ്പൊ ഏഷ്യാനെറ്റ് എടുത്ത ഒരു സ്ക്രോൾ കൊടുത്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ജയലളിതയ്ക്ക് വിട എന്നാണ്, ജയലളിതയ്ക്ക് വട. ജയലളിതയ്ക്ക് വട, വടിയെന്നാവാഞ്ഞത് ഭാഗ്യം. അങ്ങനെയൊക്കെ തെറ്റുകൾ പോകും. അതൊക്കെ വേഗത്തിനെതിരെ നമ്മൾ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പിരിമുറുക്കത്തിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന തെറ്റുകളാണ്. രാജന് ഓർമ്മയുണ്ടാകും, ഈ മലയാളം ടൈപ്പ് റൈറ്റിംഗ് ഇറങ്ങിയ സമയത്ത് അതിൽ മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഈ അച്ചടി വരുമ്പോൾ കിട്ടുന്ന അതേ രീതിയിൽ ഇതിനകത്ത് കിട്ടത്തില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കൊട്ടാരത്തിൽ ശങ്കുണ്ണി നടിച്ചാൽ കൊട്ടാരത്തിൽ ശമകുണണി എന്നായി. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അത് പറഞ്ഞ പോലെയാണ് ഈ കമ്പ്യൂട്ടറിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് പക്ഷെ കറക്റ്റ് പ്രൂഫ് റീഡിംഗ് ആണെങ്കിൽ ഈ തെറ്റുകളെല്ലാം തിരുത്തി കൊണ്ടുവരാൻ കഴിയും. അച്ചടി പിശാച് എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ പണ്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി പണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ റിപ്പബ്ലിക് ദിനത്തിന് വിളിച്ചപ്പോൾ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനെ റിപ്പബ്ലിക് ദിനത്തിന് കഷണിച്ചു. ഒരു ചെറിയ വ്യത്യാസം വന്നാൽ മതി, അർത്ഥം കംപ്ലീറ്റ് മാറിപ്പോവാ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു പ്രൂഫ് റീഡർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട് പത്രങ്ങളിലും, എല്ലാ പത്രസ്ഥാപനങ്ങളിലും, പ്രിന്റ് മീഡിയയിലൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഒരു പത്രത്തിലില്ല, അത് കമ്പ്യൂട്ടർ, അത് സബ് എഡിറ്ററുടെ ചുമതലയാക്കി കൊടുത്തിട്ടുണ്ട്. അത്രയും പൈസ ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്നു. സബ് എഡിറ്റർക്ക് അത്രയും പൈസ കൂട്ടി കൊടുക്കുന്നു. മാതൃഭൂമിയിലെ പ്രൂഫ് റീഡർ ആരായിരുന്നു? കുട്ടിക്കൃഷ്ണമാരാരെ പോലുള്ള ഒരു. അതുപോലെ തന്നെ ശ്രദ്ധേയരായ പല വ്യക്തികളും ഈ പോസ്റ്റിൽ ഇരുന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കവിയായിട്ടുള്ള കവിതകൾ എഴുതുന്ന ആളുണ്ടല്ലോ, ഇപ്പം ഒരു നമ്പൂതിരി, നമ്മുടെ ഞാൻ പറയാം, പേര് കേട്ട ഒരു സിനിമയിൽ കവിതകൾ എഴുതിക്കൊണ്ട് മാതൃഭൂമിയുടെ പ്രൂഫ് റീഡർ ആയിരുന്നു. അപ്പൊ ഈ പ്രൂഫ് റീഡർ എന്ന് പറഞ്ഞ ഒരു കുറഞ്ഞ ജോലിയൊന്നും അല്ല. അത് ആഗ്രഹിച്ചിരുന്ന ധാരാളം ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ്. അതെ. അത് എന്ന് മാത്രമല്ല, നന്നായിട്ട് മലയാള പണ്ഡിതന്മാരായിട്ടിരുന്ന ആൾക്കാരാണ് ഈ ജോലി നിർവഹിച്ചിരുന്നത്. പ്രത്യേകിച്ച് മാതൃഭൂമിയിൽ ഒരു തെറ്റും വരാത്ത രീതിയിൽ അതവർ നിർവഹിച്ചു. ഇന്നിപ്പോൾ നമ്മൾ എല്ലാ പത്രങ്ങളും എടുത്ത് നോക്കുക, ഇത്തരത്തിൽ ഈ കമ്പ്യൂട്ടറിലൂടെ മലയാളം ചെയ്യുമ്പോൾ, അതായത് ഇതിനകത്തൊരു മംഗ്ലീഷ് എന്ന് പറയുന്ന രീതിയുണ്ട്. അതിൽ പോകാതെ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യേണ്ട. ഈ മലയാളത്തിൽ മംഗ്ലീഷിൽ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പ്രയാസമായിരിക്കും. ഇപ്പൊ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന് നമ്മൾ മംഗ്ലീഷ് അടിച്ചാൽ എങ്ങനെയിരിക്കും? അവൻ ഒരിക്കലും ആ മലയാളം കിട്ടാൻ പോകുന്നില്ല. അതുപോലെ കഠിനം എന്നുള്ള പദത്തിന് പലതവണ ആവർത്തിച്ചെങ്കിൽ മാത്രമേ കഠിനമാക്കാൻ പറ്റൂ നമുക്കത്. അതാണ് മംഗ്ലീഷിൻ്റെ ഒരു കുഴപ്പം. അതാണ് മംഗ്ലീഷ് എന്ന് പറയുന്ന ഈ പിന്നെ അച്ചടിയുടെ ടൈപ്പ് സെറ്റിൻ്റെ പേരാണ് ഇപ്പം മംഗ്ലീഷ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ല, ഇംഗ്ലീഷും മലയാളവും ചേർത്ത് പറയുന്നതിനും മംഗ്ലീഷ് എന്ന് പറയും. ആ അർത്ഥത്തിലല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഈ മലയാളത്തിലും ഒക്കെ കുഴപ്പം സംഭവിച്ചത് എപ്പോഴാണെന്നറിയാം. ഈ MA വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന കാലത്ത് VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹം വലിയ രണ്ടാം മുണ്ടശ്ശേരി എന്നും പറഞ്ഞല്ലേ നടക്കുന്നത്, രണ്ടാം മുണ്ടൻ എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. അന്ന് അദ്ദേഹം ഈ മലയാളത്തിനായാലും ഏതിനായാലും വാരിക്കൂരി അങ്ങ് മാർക്ക് കൊടുക്കാൻ തുടങ്ങി. കുട്ടി മനസ്സിൽ കരുതിയിട്ടുണ്ടത് അത് എവിടെങ്കിലും കൂടെ പോയാൽ മതി ആൻസർ.
ശകുന്തള എന്നുള്ളതിന് ശകുന്തള എന്ന് എഴുതണമെന്നില്ല, ഷളാന്ന് എഴുതിയാലും മതി. കുട്ടി മനസ്സിൽ കരുതിയിട്ടുണ്ട്. കുന്തമെന്ന് എഴുതിയാലും കാണും, ഇടയ്ക്ക് കുന്തം വരുന്നുണ്ടല്ലോ, ശകുന്തള എന്നല്ല. അപ്പൊ അത്തരത്തിലായി പോയി എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. ഈ കുട്ടി എന്തായാലും എ പ്ലസ് കിട്ടുന്ന കുട്ടികളുണ്ടല്ലോ, അവർ മൂത്ത് പരീക്ഷ ചോദ്യപേപ്പർ തയ്യാറാക്കിയതായിരിക്കുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും തെറ്റ് വരുത്താൻ സാധ്യതയില്ല. നമ്മുടെ പേരടങ്ങുന്ന ഒരു പാനലാണ് ഇത്. അതിനകത്ത് ഇത് കാണും, എ പ്ലസ് കിട്ടിയവർ കാണും. അതാണല്ലോ നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ പറഞ്ഞത്, 10ാം ക്ലാസ് എ പ്ലസ് വാങ്ങിച്ചവന് മലയാളം എഴുതാൻ അറിയാൻ വയ്യുന്നത്. നോക്കൂ, ഇതിൽ പറ്റിയിരിക്കുന്ന തെറ്റുകളിലേക്കൊന്നും നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്. ഓരോരോ വാക്കിനെ കുറിച്ച് നമുക്ക് എവിടെയാണ് ഈ തെറ്റ് പറ്റിയിരിക്കുന്നതെന്ന് ചോദിക്കുക. എന്തായാലും 50%-ലധികം തെറ്റുകൾ വരുത്തി സ്തുത്യർഹമായിട്ടുള്ള സേവനം മലയാള ഭാഷയ്ക്ക് ചെയ്ത ഈ വിവരദോഷികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. അത് തന്നെയല്ല, ഇവർ എഴുതി കൊടുത്തത് തന്നെയാണോ അടിച്ചു വന്നിരിക്കുന്നത് നോക്കാനുള്ളൊരു ഉത്തരവാദിത്തം ഈ പരീക്ഷാ ബോർഡിനില്ലേ, ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇല്ലേ? ആ ഉത്തരവാദിത്തം പേപ്പർ 2-3 വട്ടമെങ്കിലും പ്രൂഫ് നോക്കേണ്ടതല്ലേ, എന്നിട്ട് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കേഴ്സറി ഗ്ലാൻസിൽ തന്നെ തിരിച്ചറിയാവുന്ന തെറ്റുകളാണ് വരുത്തിയിരിക്കുന്നത്. ഓരോന്നായിട്ട് നോക്കാം. സച്ചിനെ കറിച്ച്, സച്ചിനെ പോലെ ഒരാളുടെ പേരെഴുതുമ്പോൾ ഒരു ബഹുമാനം വേണ്ടേ? സച്ചിനെ കറിച്ച്, സച്ചിനെ കുറിച്ചെന്നുള്ളതിന്. മാന്ത്രിക ഭാവനയിൽ കുടി, അർത്ഥം മാറിപ്പോയല്ലേ? മാന്ത്രിക ഭാവനയിൽ കൂടി, അതിന് ദീർഘമുണ്ടോ എന്ന് നോക്കാൻ കഴിയുന്നില്ലേ പ്രൂഫ് റീഡർക്ക്? പിന്നൊന്ന് അവതരിപ്പിച്ചരിക്കുന്ന, വള്ളിയും പുള്ളിയും ഒക്കെ ഉണ്ടോ എന്ന് നോക്കണ്ടേ? ഉത്തരവാദിത്വമല്ലേ അത്? വീണ്ടും 2 പേര് നോക്കണമെന്നാണ് ഇതിലൊക്കെ വെച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട സംഭവങ്ങൾ വരുമ്പോൾ. പിന്നെ വേറൊന്ന്, ഇത് തുടർച്ചയായിട്ട് 9, 10, 11, 12 തെറ്റ് വന്നിരിക്കുക. 13-നെ അവർ വെറുതെ വിട്ടിട്ടുണ്ട്. 14ത്തെ ചോദ്യമാകുമ്പോൾ വീണ്ടും സൃഷ്ടിക്കുന്നുണ്ട. എന്തൊരു ഭാഷയാണിത്! പിന്നെ മറ്റൊന്ന്, പൂലിക്കാട്ടിൽ ഹൈദർ എന്നുള്ളതിന് പൂലിക്കാട്ടിൽ ഹൈദർ എന്നാക്കിയിരിക്കുന്നു. അത് 17 കഴിഞ്ഞ് പിന്നെ 19 തെറ്റ്, ലോകം ഒന്നാകെ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരു വള്ളി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. 20ാമത്തെ ചോദ്യം ജീവിത സാഹചര്യങ്ങളിൽ. എനിക്ക് തോന്നുന്ന ഉച്ചരിക്കുന്ന പലരും അങ്ങനെ, സാഹചര്യം അങ്ങനെയാണെന്ന്. അത് കേട്ട് അതുപോലെ എഴുതി അത്രയും മലയാളം അവർക്ക് അറിയുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഈ നമ്മുടെ ഭാഷാശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഭാഷ മരിക്കും എന്നാണ് പറയുന്നത്. എന്നായാലും ഒരു കാലത്ത് ഇത് ഭാഷയെ കൊല്ലാനുള്ള ഒരു ശ്രമമാണ്. അതിനു മുമ്പ് ചിലപ്പം മലയാളികളുടെ കൈകൊണ്ട് തന്നെ മലയാളം മാരകമായ പരിക്ക്. ഇവിടെ മാത്രമല്ല, ONV കുറുപ്പിന്റെ കവിതയെ പോലും അതില് പിന്നെ കാണാതറിയേണ്ടതാണ് ഈ അധ്യാപകർക്ക്. കാതോർക്കും എന്നുള്ളതിന് കാരോർക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. 3 തെറ്റാണ് ONVയുടെ, 3 കുത്താണ് അദ്ദേഹത്തിൻ്റെ ശവശരീരത്തിൽ, ഭൗതിക ദേഹത്തിൽ ചെയ്തിരിക്കുന്നത്. ആ കവിതയിൽ 3 തെറ്റ്, ഒരൊറ്റ കവിതയിൽ 3 തെറ്റുകൾ വരുത്തിയിരിക്കുന്നു. അക്ഷന്തവ്യമായ തെറ്റാണ് പറ്റിയിരിക്കുന്നത്. അതുപോലെ വേറെയും ഉണ്ട്. താമസം എന്നുള്ളത് താസമം. ഇപ്പം തിരുവനന്തപുരത്ത് ഒരു ശൈലിയുണ്ട്, ഞാനത് താമസിക്കുകയല്ല, അക്ഷരം ഇങ്ങോട്ട് മാറിപ്പോകും, നാടൻ ശൈലി, ഡയലക്റ്റാണ് എന്ന് പറയുന്ന പോലെ താമസം എന്നുള്ളതിന് ഇവർ താസമം. തിരുവനന്തപുരത്തുകാരെന്തായാലും അങ്ങനെ പറയാറില്ല. ഇത് അതിനപ്പുറമുള്ള ഒരു ഭാഷാ പരിഷ്കരണമാണെന്ന് സംശയം. ഇത് ഇവര് ഈ ഒരു +2-ന്റെ പരീക്ഷ, +2-ന്റെ ആയാലും 1ാം ക്ലാസ്സിന്റെ പരീക്ഷ ആയാൽ പോലും അത്ര ഗൗരവത്തോടു കൂടി കണ്ടില്ല എന്നുള്ളത് തന്നെയാണ്. +2-ന്റെ പരീക്ഷ ആയതുകൊണ്ടല്ല, മലയാളമായതുകൊണ്ടാണ്. ഹിന്ദുമതം എന്ന് പറയുമ്പോൾ അതിനോടൊരു അവഗണനയുണ്ടല്ലോ. എന്ന് പറയുന്നത് മലയാള ഭാഷ എന്ന് പറയും, എന്തോന്ന് അതൊക്കെ അത്രയും മതി, പിള്ളേർക്ക് ഇത്രയും മതി എന്നുള്ളതാണ് അവരുടെ വിചാരം. തെറ്റ് വന്നാലും വായിച്ചു പോകാവുന്ന, നമുക്ക് ഈ വായനയിൽ തിരുത്തിയെടുക്കാവുന്ന തെറ്റുകളുണ്ട്. ഇപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ മനോരമയും മാതൃഭൂമിയും ഒക്കെ വായിക്കുമ്പോൾ അതിനകത്ത് ചില ചെറിയ തെറ്റുകൾ വരാറുണ്ട്. വായിച്ച് തിരുത്തി പോകാവുന്ന തെറ്റുകളാണ് അത്. പക്ഷെ ഇതൊന്നും തിരുത്താവുന്നതല്ല, ആർക്കും തിരുത്തി കൊടുക്കാൻ കഴിയാത്ത പോലും തെറ്റുകളാണ്. അല്ല, ആ പത്രങ്ങളിലൊക്കെ ഇപ്പോൾ അക്ഷരങ്ങളിലുള്ള തെറ്റുകളിനേക്കാൾ വാർത്തകളിൽ മനഃപൂർവ്വം കൊടുക്കുന്ന തെറ്റുകളെ വരാറുണ്ട്. പ്രൂഫ് റീഡിംഗ് ഒക്കെ വളരെ നല്ല രീതിയിൽ പോകുന്ന പത്രങ്ങൾ, മാതൃകയാക്കാവുന്ന പത്രങ്ങളും ഒക്കെ തന്നെ. അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഈ ചോദ്യപേപ്പറിൽ പത്രത്തിൽ വരുത്താം, പക്ഷേ ചോദ്യപേപ്പറിൽ ഇത് പേപ്പറിൽ അത് വരുത്താം. പക്ഷേ ചോദ്യപേപ്പറിൽ ഇത് വരുത്തുന്നത് കുട്ടികളോട് ചെയ്യുന്ന ഒരു ക്രൂരത തന്നെയാണ്, സംശയമൊന്നുമില്ല. ഒന്നാമത് അവർ അക്ഷരമാല പഠിച്ചിട്ടില്ല. നേരെ 9ാം ക്ലാസ് എത്തിയ, അല്ല 11ാം ക്ലാസ് 12ാം ക്ലാസ് എത്തിയവരാ. അക്ഷരമാല അവരെ പഠിപ്പിച്ചിട്ടില്ല, പരിഷ്കാരം കൊണ്ടുവന്ന്. അപ്പം അതിൻ്റെ ഫലം അനുഭവിക്കും. ഇതാണ് ശരിയെന്ന് അവർ വിചാരിക്കും. ഇതാണ് ശരിയെന്ന് അവർ വിചാരിക്കുന്നിടത്താണ് തെറ്റ് ആരംഭിക്കുന്നത്.
അവിടെയാണ് കുഴപ്പം ഉണ്ടാക്കുന്നത്.